ഈ ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തപ്പെടുമോ? ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൂങ്കോട് വാർഡിലെ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും മുമ്പിലായിട്ട് എടുത്തു കാണിക്കേണ്ടത്. നമുക്ക് പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ 15 വാർഡുകളും പരിശോധിച്ചാൽ ജനങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് ആ വാർഡിൽ നടന്നിട്ടുള്ളത്. ആ വാർഡിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരുവിധം നല്ല ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അവിടുത്തെ റോഡുകളായാലും കുടിവെള്ള പദ്ധതികളായാലും നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ ജനത്തിന്, ആ വാർഡിലെ വോട്ടർമാർക്ക് ആ വാർഡിന്റെ വികസന പ്രവർത്തനവുമായിട്ട് വളരെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും നോക്കും, പക്ഷെ അതിനുപരി ആ വാർഡിൽ ജനപ്രതിനിധിയായിരുന്ന ജനപ്രതിനിധി ആ വാർഡിന് വേണ്ടി, വികസന പ്രവർത്തനത്തിന് ആ വാർഡിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് അവിടുത്തെ വോട്ടർമാർ നിരീക്ഷിക്കുന്നത്. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് 5-ാം വാർഡിൽ നടന്നിരിക്കുന്നത്. ചടയമംഗലം പഞ്ചായത്ത് ഭരണസമിതി MP പ്രേമചന്ദ്രന്റെ മുന്നിൽ എന്തെല്ലാം പദ്ധതികൾക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ട്? അദ്ദേഹം നിരാകരിച്ച ഏതെങ്കിലും പദ്ധതിയെ കുറിച്ച് പറയാൻ കഴിയും? MP ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. നമ്മുടെ പല മീറ്റിങ്ങുകളിലും, പൊതുവായിട്ടുള്ള മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ സംസാരിച്ചിട്ട് ഉണ്ടെന്നതിന് ഉപരിയായി ഒരു ഫണ്ടിന് വേണ്ടി നമ്മൾ ഒരു എഴുതി തയ്യാറാക്കിയ ഒരു രേഖ സമർപ്പിക്കുകയോ അങ്ങനെയൊന്നും MP-യുടെ മുമ്പിൽ ചെയ്തിട്ടില്ല. അത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെ മുമ്പിലായാലും അങ്ങനെ തന്നെ നമ്മൾ എഴുതി തയ്യാറാക്കി ഇന്ന വികസനത്തിന് വേണ്ടി പണം അനുവദിച്ചു തരണമെന്ന് നമ്മൾ നമ്മുടെ MLA കൂടിയായിട്ടുള്ള മിനിസ്റ്ററെയും ആ രീതിയിൽ സമീപിച്ചിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ അങ്ങനെ എഴുതി തയ്യാറാക്കിയ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഒരുവിധം എല്ലാ വാർഡുകളിലും, നമ്മുടെ പഞ്ചായത്തിലും ഇവിടുന്ന് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുപോയ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി പണം പല രീതിയിലും പല ഫണ്ടുകളും ചെലവാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഇവിടുന്ന് തന്നെ ജയിച്ചുപോയ ഒരു ജനപ്രതിനിധിയാണ് നമ്മുടെ MP. നമ്മുടെ പഞ്ചായത്തിൽ ഇതുപോലെ നമ്മൾ പല പ്രാവശ്യം പല മീറ്റിങ്ങുകളിലും നമ്മൾ ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു ഫണ്ടും നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല. അതും അവിടെ ഇരിക്കട്ടെ. ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF-ന്റെ ഒരു ഭരണസമിതിയാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകാം, നമ്മുടെ 2 വാർഡുകളിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളാണ് അവിടെ ജനപ്രതിനിധികളായിട്ടുള്ളത്. ആ വാർഡുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ബഹുമാന്യനായിട്ടുള്ള MP-യുടെ ഏതൊക്കെ ഫണ്ടുകളാണ് ആ വാർഡുകളിൽ എത്തിയിട്ടുള്ളത്? ഞങ്ങളെപ്പോലെ LDF-ന്റെ ജനപ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെടാത്തതുപോലെ ആ വാർഡിലെയും ജനപ്രതിനിധികൾ അദ്ദേഹത്തോട് ഫണ്ട് ആവശ്യപ്പെടാത്തത് കൊണ്ടാണോ ആ വാർഡിൽ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ അനുവദിക്കാത്തതെന്നൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള MP-യെ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ എല്ലാ പരിപാടികൾക്കും നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം, നമ്മുടെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തിന്റെ പേര് വെക്കുകയും നമ്മൾ ഫ്ലെക്സ് അടക്കം അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടി പടം വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ ഇതുവരെയും അദ്ദേഹം ഒരു പരിപാടിക്കും പങ്കെടുത്തിട്ടില്ല. അത് ഈ LDF ഭരണസമിതി ഭരിക്കുന്ന പഞ്ചായത്തിനോടുള്ള വിരക്തിയാണോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതായിട്ടിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിനോട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എഴുതി തയ്യാറാക്കിയ രീതിയിൽ ഒരു ഫണ്ടിന് വേണ്ടി അദ്ദേഹത്തിനെ സമീപിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ അതല്ലെങ്കിൽ പോലും ഫണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മുമ്പേ ഇരുന്ന പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും അവരുടെ അടുത്ത് നമ്മൾ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നു. അപ്പൊ അവര് അതുമായി ബന്ധപ്പെട്ടൊക്കെ MP-യെ സമീപിച്ചിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജനപക്ഷത്തിൽ നിന്ന് ചോദിക്കുക, ചടയമംഗലം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കിടത്തി ചികിത്സ, സിവിൽ സ്റ്റേഷൻ, പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, സ്റ്റേഡിയം, അതുപോലെ തന്നെ സബ് രജിസ്റ്റർ ഓഫീസ് കെട്ടിടം, ഇതിന്റെ എല്ലാം തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. എന്നാൽ ഇപ്പോൾ അതിന്റെ സ്ഥിതി എന്താണ്? അതിന്റെ പുരോഗതി എന്താണ്? ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരുപാട് ഞാൻ ഒരുപക്ഷെ ഇവിടെ വന്ന സമയം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രസവം അടക്കം ഉണ്ടായിരുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ ചടയമംഗലം ഗവൺമെന്റ് ഹോസ്പിറ്റൽ.
നമുക്കറിയാം ആ സാഹചര്യങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എങ്കിലും കാലം പിന്നിട്ട അവസരത്തിൽ CHSകളിൽ മാത്രം കിടത്തി ചികിത്സ എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയും സ്വാഭാവികമായും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഈ PHC ഇപ്പോ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് FHSC ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ചികിത്സാ സൗകര്യം ഉൾപ്പെടെ ലഭ്യമാക്കുന്നത്. അപ്പം FHSകളിൽ എങ്ങും തന്നെ കിടത്തി ചികിത്സ ഇല്ലാത്ത ഒരു അവസരത്തിലാണ് നമ്മൾ നിലവിൽ കിടത്തി ചികിത്സ നടത്തുകയും ആ PHCയിൽ നമ്മൾ നിലവിൽ കിടത്തി ചികിത്സ നടത്തുകയും അത് ഒരുപക്ഷെ കൊറോണ സമയത്ത് അത് നിർത്തിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും നമുക്കറിയാം ഈ കിടത്തി ചികിത്സയുള്ള ആശുപത്രിയിൽ അതിന് വ്യക്തമായ സ്റ്റാഫ് പാറ്റേൺ വേണം. സ്റ്റാഫ് പാറ്റേൺ ഉണ്ടെങ്കിൽ മാത്രമേ കിടത്തി ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, നമ്മളെ തീർത്തും ഗ്രാമപ്രദേശത്ത് ഉള്ള ഒരു ആശുപത്രി തികച്ചും പാവങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആശുപത്രി എന്നൊരു കാഴ്ചപ്പാട് ഗ്രാമപഞ്ചായത്തിനുള്ളത് കൊണ്ട് ഞങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് തന്നെ പണം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഡോക്ടറെ രാത്രികാലം അവിടെ ഇരിക്കുന്നതിനും നമ്മുടെ രോഗികളെ പരിശോധിക്കുന്നതിനും കിടത്തി ചികിത്സ നടത്തുന്നതിനും ഒരുപാട് വലിയ അസുഖങ്ങളൊന്നും അല്ലാത്ത ആൾക്കാര് അറിയാലോ നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ കിടത്തി ചികിത്സ അടക്കം നടത്തുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് അതിന്റെ പുറകിൽ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്നും പണം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഡോക്ടറെ അടിയന്തരമായി പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അത് ഞങ്ങള് എംപ്ലോയ്മെന്റില് ആ ഡോക്ടറുടെ ലിസ്റ്റ് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എംപ്ലോയ്മെന്റിൽ അടക്കം കത്ത് കൊടുക്കുകയും അവിടെ നിന്ന് അതിനുള്ള നിർദ്ദേശം കിട്ടുകയും ഈ വരുന്ന 16-ാം തീയതി ഞങ്ങള് പിന്നെ ഡോക്ടറുടെ ഇന്റർവ്യൂ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഇന്റർവ്യൂ നടത്തുന്നതിന് വേണ്ടി ഡേറ്റും എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മിനി സിവിൽ സ്റ്റേഷനാണ്. മിനി സിവിൽ സ്റ്റേഷന്റെ പ്രാരംഭ നടപടികളെല്ലാം തന്നെ കഴിഞ്ഞു. ഏകദേശം 11.5 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് നമുക്ക് ആ പണി തുടങ്ങുന്നതിന് വേണ്ടി സർക്കാർ അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അന്വേഷിച്ചു. പിന്നെ നമ്മുടെ ഹൗസിംഗ് ബോർഡാണ് അതിന്റെ വർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി ടെൻഡർ അടക്കമുള്ള കാര്യങ്ങൾ സബ് രജിസ്ട്രാർ ഓഫീസാണ്. ആ രജിസ്ട്രാർ ഓഫീസിൽ ഞാൻ വരുമ്പോ തന്നെ ഈ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന അവസരത്തിൽ തന്നെ പ്രധാനമായും ഈ രജിസ്റ്റർ ഓഫീസും അതുപോലെ നമ്മുടെ മിനി സിവിൽ സ്റ്റേഷന്റെയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർമാരെ പോയി കാണുകയും അവരുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ആ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോവുകയും ചെയ്തു. അപ്പം നമ്മുടെ ഈ രജിസ്റ്റർ ഓഫീസ് സംബന്ധിച്ച് കുറച്ച് മണ്ണ് മാറ്റുന്നതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. ആ വിഷയം എന്ന് പറഞ്ഞാൽ 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു ആദ്യം വന്ന് എസ്റ്റിമേറ്റ് എടുത്തതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ചെറിയ പോരായ്മയാണ്. എന്തായാലും താമസിക്കാതെ തന്നെ ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് റവന്യൂ മിനിസ്റ്റർ അടക്കം ഞങ്ങൾ പോയി കണ്ടിരുന്നു. തന്നെ അതിനൊരു പരിഹാരം കാണാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മറുചേരിയിൽ നിൽക്കുന്ന മുന്നണികൾ ഉയർത്തുന്ന ആരോപണങ്ങൾ വികസന മുരടിപ്പ് എന്ന്. എന്നാൽ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വേണ്ടുന്ന തരത്തിൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടി എടുക്കണം. അത് നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണല്ലോ. അതിലാണ് ഞാൻ ആദ്യം തന്നെ എടുത്തു പറഞ്ഞത് നമ്മളെ ഈ ഉപ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡിനെ സംബന്ധിച്ച്. അത് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു വാർഡാണ്, ജംഗ്ഷനുമായി കേന്ദ്രീകരിച്ചുള്ള വാർഡാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാലും അതുപോലെ ജനപ്രതിനിധികളുടെ ആയാലും ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ഓരോ വാർഡുകളിലും അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ഒരു പിന്നെ വാർത്തയ്ക്കകത്ത് ശ്രദ്ധിച്ചിരുന്നു. ഈ 5-ാം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചില സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന CPIക്കകത്ത് ഭയങ്കരമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ബഹുമാനിയായിട്ടുള്ള ചിഞ്ചുറാണി മിനിസ്റ്റർക്കെതിരെ സമരത്തിന് പോയി. അതുകൊണ്ട് അന്ന് കൂടെ നിന്ന മെമ്പറാണ് നമ്മുടെ ശ്രീജ മെമ്പർ. അതുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ MLA വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ എത്തുന്നു എന്നുള്ളത് അത് തികച്ചും പിന്നെ ഒരു തെറ്റിദ്ധാരണാജനകമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളൊരു പിന്നെ മത്സര രംഗത്തേക്ക് പോകുമ്പോൾ
സ്ഥാനാർത്ഥി നിർണയം പല രീതിയിലും വരാം. ചിലപ്പോ അതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി കാണും, ഇഷ്ടപ്പെടാത്തവര് കാണും, എല്ലാം കാണും. പക്ഷെ ഒരു മത്സര രംഗത്തേക്ക് പോയി ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് അതിന്റെ അന്തിമ ഘട്ടത്തിലെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും നയത്തിനും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ആ പാർട്ടിയുടെ പാത പിന്തുടർന്ന് പോകുന്ന ആൾക്കാർ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ തീരുമാനം വന്ന് അത് പാർട്ടിയുടെ അന്തിമ തീരുമാനം ആയപ്പോൾ തന്നെ LDF-ന്റെ എല്ലാ പ്രവർത്തകരും ആ സ്ഥാനാർത്ഥിയെ ഏറ്റെടുക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യത എത്രമാത്രം ഉണ്ട്? തീർച്ചയായിട്ടും ഈ വരുന്ന 10-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുന്ന ഗ്രീഷ്മ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അതിന്റെ തെളിവ് എന്ന് പറയുന്നത് ഞങ്ങൾ അത്രത്തോളം വിശ്വസിക്കാൻ കാര്യം ആ വാർഡില് LDF-ന്റെ ഭരണസമിതി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനം വികസന പ്രവർത്തനങ്ങളാണ് നോക്കിക്കാണുന്നതെങ്കിൽ, ആ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് നോക്കിക്കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും LDF-ന്റെ സാരഥി സഖാവ് ഗ്രീഷ്മ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഇത്രയും തിരക്കിനിടയിലും സാക്ഷിയുമായി ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്തിയതിൽ സാക്ഷിക്ക് അതിയായ സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരും.